പണ്ട് എപ്പോഴോ ഓർക്കാപ്പുറത്ത് ഞാൻ വേദനൊരു പ്രോമിസ് കൊടുത്തായിരുന്നു. ഇന്ന് വെറുതെ ഇരുന്നപ്പം ആശാൻ അതങ്ങ് ഓർത്തെടുത്തു. അതിൻ്റെ പുറകിലുള്ള പോക്കാണെന്ന്. അങ്ങനെ വീടൊക്കെ ലോക്കാക്കി ഞങ്ങൾ താഴെ വന്നപ്പോൾ കണ്ടത് ഈ മഞ്ഞിനകത്ത് കുതിർന്ന് നടക്കുന്ന എൻ്റെ വണ്ടിയാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണേ, ഓർത്തോണം. ആൻഡ് ഞാൻ മെല്ലെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഓണാക്കിയിട്ടു. ആൻഡ് അത് ഓണായാലും തണുപ്പ് മാറാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ആ ടൈമിൽ എനിക്ക് വണ്ടിയെല്ലാം ക്ലീൻ ചെയ്യാം. അങ്ങനെ സ്നോ ഒക്കെ കഷ്ടപ്പെട്ട് തള്ളി നീക്കുകയായിരുന്നു ഞാൻ. ആൻഡ് എൻ്റെ കൈ നല്ല രീതിക്ക് മരവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് എൻ്റെ വണ്ടിയിൽ ഇത്രയും മഞ്ഞുണ്ടെങ്കിൽ വെളിയിൽ പാർക്ക് ചെയ്ത വണ്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതും ഈ മഞ്ഞത്ത് നിന്നിട്ട് അതൊക്കെ തള്ളി നീക്കേണ്ടി വരുമ്പം നല്ലോണം പണിയെടുക്കുന്നുണ്ട് ആൾക്കാർ. എന്താ ചെയ്യുക, അവസാനം കൈയൊക്കെ മരവിച്ച് ഒരു പരുവായി. വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടി ചൂടായിട്ടും എൻ്റെ കൈ ചൂടാകുന്നില്ലായിരുന്നു. അവസാനം തലയിലിട്ട തൊപ്പിയൊക്കെ ഊരി കയ്യിലിട്ട് വണ്ടി ചൂടാക്കിയ കൂട്ടത്തിൽ കൈയും കൂടെ ചൂടാക്കേണ്ട അവസ്ഥ എനിക്ക്. ആൻഡ് അങ്ങനെ അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ വാൾമാർട്ടിൽ എത്തി ഗൈസ്. അപ്പോൾ വാൾമാർട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ കണ്ണ് പോയത് ഈ പൂവുകളിലേക്ക്. ഇത് ഞാൻ ഈയിടെയായിട്ട് തുടങ്ങിയൊരു ശീലമാട്ടോ. കുറച്ച് നല്ല കളർഫുൾ ഫ്ലവേഴ്സ് മേടിച്ചിട്ട് ഹോളിൽ കൊണ്ടുവയ്ക്കുന്നത്. കാണുമ്പോൾ ഒരു ഭംഗി, ഒരു ദർശനീയ സുഖം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു പൂവിൻ്റെ കളറൊക്കെ എടുത്താൽ ഞാൻ അവസാനം കാണിക്കാം കേട്ടോ ഞാൻ ഏത് പൂവാണ് മേടിച്ചെന്ന്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വന്ന സാധനം തപ്പിക്കൊണ്ട് നടന്നു. അപ്പോൾ എന്താ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പണ്ട് എപ്പോഴോ ചെയ്ത് വീഡിയോ കണ്ടപ്പം 3D പെന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3D പെന്നിനെ തപ്പി ഇറങ്ങിയതാണ്. അവിടെ ചെന്ന അവസാനം 3D പെൻ ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ മേടിച്ചു. അവിടെ മൊത്തം നടന്നിട്ടും 3D പെന്ന് കാണാണ്ടായപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ വാൾമാർട്ടിൽ ആ സാധനം ഇല്ല. അവസാനം എന്തായാലും വന്നതല്ലേ, എങ്കിൽ പിന്നെ ഇരിക്കുന്ന ഈ കളിപ്പാട്ടങ്ങളൊക്കെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ആൻഡ് അവസാനം ഞങ്ങൾ അവിടെ കിടന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാൻ തുടങ്ങി. വേദ ഈയിടെയായിട്ട് കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു എന്ത് കണ്ടാലും വേണമെന്ന് പറയുന്ന കുഞ്ഞ് ഇപ്പം അവന് ജസ്റ്റ് അത് കണ്ടാൽ മതി. കണ്ട് അവിടെ നിന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാണ്. വേണമെന്നോ കൊണ്ടുപോയി വീട്ടിൽ വെക്കണമെന്നോ അങ്ങനത്തെ യാതൊരു ആഗ്രഹം ഇല്ല. പിന്നെ ഞങ്ങൾ ഈ ക്രോക്കഡൈൽ ടോയ്ക്കകത്തൊക്കെ കുറച്ച് സമയം കളിച്ചു. പിന്നെ അതൊക്കെ തിരികെ വെച്ച് വീണ്ടും അവിടെയുള്ള ഓരോ സാധനങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ലതായിരുന്നല്ലേ, മേടിച്ചെടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കാണുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടൊരു ചെസ്സും കൂടെ മേടിച്ചു. അങ്ങനെ വേദന പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ എനിക്കും കൂടെ പഠിക്കാമല്ലോ. ഞങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവനിലൂടെ ഞാൻ കുറേ സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെയും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി. അവസാനം 3D പെൻ അവിടെ ഇല്ല എന്നുള്ളത് വിഷമത്തോടെ മനസ്സിലാക്കി ആശാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു, നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്യാം. അങ്ങനെ അത് ഞങ്ങൾ അഗ്രി ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. അങ്ങനെ തിരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിക്ക് ബില്ലടിക്കാം കേട്ടോ. സെൽഫ് ചെക്ക് ഉണ്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്ലാതെ ക്യാഷ്യറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ബില്ലടിക്കാം. അവസാനം സെൽഫ് ചെക്ക് ഔട്ട് തിരക്ക് കാരണം ഞങ്ങൾ ക്യാഷ്യറിൻ്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. ആൻഡ് അവിടെ ഇങ്ങനെ സൈഡിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ആശാൻ കണ്ടുപിടിച്ചൊരു മിഠായി ആണതല്ലേ, എന്താല്ലേ വെറൈറ്റി ഷേപ്പ് ആയിട്ടുണ്ട്, കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. ആൻഡ് അതിൻ്റെ സൈഡിൽ വീണ്ടും കുറേ മിഠായിയും ടോയ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതുപോലെ വഴി കൂടെ പോകുന്ന പിള്ളേർ അതി ചാടി വീഴുന്നവർക്കറിയാമല്ലോ. ആൻഡ് അങ്ങനെ ഞങ്ങളുടെ ഊഴം വന്നപ്പം ഞങ്ങൾ മേടിച്ച സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് പെറുക്കി കൗണ്ടർ ടോപ്പിലോട്ട് വെച്ച് ബില്ലടിച്ച് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പയ്യെ ഓരോന്നായിട്ട് എടുത്ത് ട്രോളിക്കകത്തോട്ടൊക്കെ വെച്ചു. പിന്നെ പയ്യെ ട്രോളിയും തള്ളി വണ്ടിയിലൊക്കെ പോയി വണ്ടിയിലെ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചു. ഈ മഞ്ഞായത് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രോളി അങ്ങോട്ട് നീങ്ങുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ വേദവും കൂടെ എന്നെ സഹായിക്കും കേട്ടോ. ആൻഡ് ഫൈനലി ഞങ്ങൾ സാധനങ്ങളെല്ലാം പെറുക്കി ട്രങ്കി വെച്ചു. ആൻഡ് അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വേദം വന്നൊരു ഉമ്മയൊക്കെ തന്നു കേട്ടോ. സാറ് ഹാപ്പി ആയിരുന്നു, കാരണം സാറ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നതിനേക്കാളും സ്പീഡേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് എന്താണെന്ന് കാണാനായിരുന്നുള്ള എക്സൈറ്റ്മെൻറ്റ്. ആൻഡ് അത് ഓരോന്നായിട്ട് തുറന്നു നോക്കിയപ്പോൾ 2 പീസ് ക്ലേ ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു പെഡലിംഗ് വീലുണ്ട്. ആൻഡ് ഇതിനകത്ത് ബാറ്ററി ഇടുന്നൊരു സ്പോട്ടുണ്ട് കേട്ടോ. ആ ബാറ്ററി കണ്ടപ്പം ശരിക്കും ഞാൻ ഞെട്ടി, കാരണം അത് വലിയ ബാറ്ററി നമുക്ക് വേണ്ടത്. വീട്ടിലാണെങ്കിൽ വലിയ ബാറ്ററി ഇരിപ്പുമില്ല. അങ്ങനെ അവസാനം രാഹുലിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനൊരു ബാറ്ററി കിട്ടാൻ വല്ല വഴിയുണ്ടോയെന്ന്. രാഹുലിൻ്റെ റിപ്ലൈ കടയിൽ പോയാൽ കിട്ടുമെന്നായിരുന്നു.
എന്താല്ലേ വെറൈറ്റി റിപ്ലൈ. അവസാനം ഞങ്ങൾ മാനുവലായിട്ട് തന്നെ പണി തുടങ്ങി. വേദൂസിന് കളിക്കാൻ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് തീർത്തു. ക്ലേ ഒക്കെ വെച്ച് താജ്മഹൽ പണിയാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നാണല്ലോ. എന്തോ എനിക്ക് ശരിയായില്ല. പക്ഷേ വേദു അത് വെച്ച് ഒത്തിരി സമയം കളിക്കണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ടി വി ടൈമും ഫോൺ ടൈമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വഴിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ മേടിച്ച പൂവ് അങ്ങോട്ട് സെറ്റാക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ജഗ് എടുത്തു. ആൻഡ് ഈ പൂവിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പൗഡർ കിട്ടും കേട്ടോ. ആ പൗഡർ നമ്മൾ നമ്മുടെ നോർമൽ വാട്ടറിനകത്തോട്ട് മിക്സ് ആക്കിയിട്ടാണ് ആ ലിക്വിഡ് സെറ്റാക്കുന്നത്. പിന്നെ ഈ ഫ്ലവറിനെ നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഞാൻ ഇച്ചിരി നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി നാൾ കഴിയുമ്പം അതിന് താഴെ പൂപ്പൽ വന്നു തുടങ്ങും. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊക്കിയെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഒരുപാട് ലെങ്ത്ത് കുറേയില്ല, ആ വെസലിൻ്റെ മേളിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇച്ചിരിയും കൂടെ നാൾ കൂടുതൽ ലാസ്റ്റുകയും ചെയ്യും. അപ്പം ഇന്നേക്ക് അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ. ടേക്ക്